ഈ അപകടം നടന്നിട്ട് എത്ര സമയം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്താൻ കഴിഞ്ഞത്? കുറച്ച് അത്ര ജനബാഹുല്യം എന്നുള്ള സ്ഥലമല്ലല്ലോ, കുറച്ച് വിജനമല്ലേ ആ ഏരിയ? നമ്മൾ ഫയർഫോഴ്സ് കോന്നിയിൽ നിന്ന് അന്നേരെ വന്നിരുന്നു. ആ കൂന്നിയിൽ നിന്നാണ് വന്നത്. പിന്നീട് ഇപ്പോ പത്തനംതിട്ടയിലെ ഫയർഫോഴ്സ് ടീമും എല്ലാം എത്തി. പ്രശ്നം വന്നപ്പോൾ തന്നെ ഈ 5 കുട്ടികളെ ഉള്ളൂ എന്ന് പറഞ്ഞ് നാട്ടുകാരും എല്ലാം കൂടി കയറ്റി വിടുകയായിരുന്നു. പോലീസും എല്ലാം എത്തി. 6ാമതൊരു കുട്ടിയെ കുറിച്ച് ആരും ചിന്തിച്ചിരുന്നില്ല. ആ അവര് ഉള്ള കുട്ടികളെ എല്ലാം കൊണ്ടുപോയി എന്നുള്ള ധാരണയിലായിരുന്നു. ആ അവിടെ പറഞ്ഞവരെല്ലാം അങ്ങനെയായിരുന്നു പറഞ്ഞു. പിന്നെ ഈ കുട്ടികളുടെ രക്ഷകർത്താക്കളെല്ലാം ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ആ കുട്ടി മാത്രം ഇല്ല. ജനറൽ ആശുപത്രിയില്ല, മുത്തൂറ്റില്ല, കോന്നിയിലില്ല, സമീപ ആശുപത്രികളിലെല്ലാം തിരക്കി, എങ്ങുമില്ല. ഈ കുഞ്ഞ് LKG വിദ്യാർത്ഥിയായിരുന്നു. ആ അപ്പോ അങ്ങനെ വന്നപ്പോഴാണ് സ്പോട്ടിൽ തന്നെ ഉണ്ടാവുമെന്ന നിഗമനത്തിൽ എത്തുന്നതും പിന്നീട് കൂടുതൽ തെരച്ചിൽ നടത്തുന്നതും. അപ്പോൾ തോട്ടിലേക്ക് തന്നെ കുഞ്ഞുണ്ടായിരുന്നു. ഓക്കെ. ഇത് ശരിക്കും ഈ പറയുന്ന ഈ അടുത്തടുത്ത വീടുകളിലെ കുട്ടികളാണോ ഇത്? അതോ കാരണം ഇത് ഒരേ ഓട്ടോറിക്ഷയിലാണ്? എല്ലാം ബന്ധുക്കളും ബന്ധുവീട്ടുകളും അയൽപക്ക കുട്ടികളും എല്ലാമാണ്. അത്രയും ആ ഒരു നാട്ടിലെ കുറച്ചാളുകൾ മാത്രം താമസിക്കുന്ന ഒരു പ്രദേശമാണ്. എല്ലാം അയൽപക്ക കുട്ടികളും ബന്ധുവീട്ടിലെ കുട്ടികളും എല്ലാമാണ്. ഇപ്പൊ ഈ ആശുപത്രിയിൽ കഴിയുന്നവരുടെ അവസ്ഥ എന്താണ് ഇപ്പോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ആശുപത്രിയിൽ ഡ്രൈവർക്ക് പ്രശ്നമില്ല. പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഗുരുതര പ്രശ്നങ്ങളില്ല. അദ്ദേഹത്തിന്റെ തലയ്ക്കും മറ്റുമെല്ലാം ചെറിയ ഫ്രാക്ചറുകളും മറ്റുമാണ് ഉള്ളത്. ഒരു കുഞ്ഞിന്റെ കൈക്ക് പൊട്ടലുണ്ട്. ആ കുഞ്ഞിനെ ഇപ്പോ ജനറൽ ആശുപത്രിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വേറൊരു കുഞ്ഞിന്റെ സ്ഥിതി ഒരല്പ സീരിയസ് അല്ലെങ്കിലും അല്പ പ്രശ്നമുണ്ട് ആ കുഞ്ഞിനും. കാരണം വാരിയലില് പൊട്ടി അത് ലങ്സിലേക്ക് കയറുന്നു. അതിന് ബ്ലീഡിംഗ് ഒന്നുമില്ല. എന്നാലും മുത്തൂറ്റ് അതിന് ഓപ്പറേഷൻ നടക്കാത്തത് കൊണ്ട് അതിനെ ബിലീവിയേഴ്സിലേക്ക് അവരുടെ വീട്ടുകാർ ഇപ്പോൾ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത നടപടി എന്താണ് MLA? ഇപ്പം ഈ സങ്കടകരമായ കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 2 കുട്ടികളുടെ മരണം അപ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്നു. മരിച്ച ഒരു കുഞ്ഞിന്റെ അച്ഛൻ വിദേശത്താണ്. അച്ഛനുമായി സംസാരിച്ചിരുന്നു. ഇപ്പോ അച്ഛൻ മോർച്ചറിലേക്ക് ബോഡി വെക്കാൻ വേണ്ടി പറഞ്ഞു. ബോഡി മോർച്ചറിലേക്ക് വെച്ചു. ഇനി അച്ഛൻ വരണം. അമ്മയെല്ലാം വീട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ബാക്കി മറ്റേ കുഞ്ഞിന്റെ രക്ഷകർത്താക്കളും എല്ലാം കൂടിയാണ് ഇപ്പോ പോയിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് അവരെല്ലാവരുമായിട്ട് തീരുമാനിച്ച് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയത്തുള്ളൂ. വീട്ടുകാരുമൊക്കെ ആയിട്ട് ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഓക്കെ, ശ്രീ KU ജനീഷ് കുമാർ, കോന്നിയിലെ MLA ശ്രീ ജനീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു. പത്തനംതിട്ട കരിമാൻതോട് തുമ്പാക്കുളത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഉണ്ടായ അപകടത്തിൽ 2 കുട്ടികൾ മരിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.